ഹദ്ദാദ് ഓതലുണ്ടോ? ഹദ്ദാദ് ഓതും നിങ്ങൾ ഓതലുണ്ടോ? ഹദ്ദാദ് പതിവാക്കുന്നവരെന്ന് കൈയുയർത്തിക്കും. മാഷാ അല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഹദ്ദാദ് ഡെയിലി ഓതുന്നവന് ആഖിബത്ത് നന്നാവും, അന്ത്യം നന്നാവും, നല്ല മരണം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പള്ളിയിൽ ഹദ്ദാദുണ്ട്, ഹദ്ദാദുണ്ട്. ഓതാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ മുതല്ലിങ്ങൾ മാത്രം. എങ്ങാണം നടന്നില്ലെങ്കിൽ പള്ളിയിലെ മൂല്യാരം പറഞ്ഞു വിടും. അതാണ് കളി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അങ്ങനെയാണ് ഓതല് മുടക്കാൻ പാടില്ല. ഓതാൻ ആരെങ്കിലും ഉണ്ടോ? ഓതാൻ ആരുമില്ല. വേണേ ഞങ്ങൾ ഓദിക്കാം, പറഞ്ഞു ഓദിക്കും. അതാണ് നടക്കുന്നത് മഹല്ലുകളിൽ. ഹദ്ദാദിന്റെ ഒക്കെ മഹത്വം ഈ കൗമ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവേ ഒറ്റ ദിവസം ഹദ്ദാദ് വിടൂല. ഹദ്ദാദ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബിദ്അത്തുകാര് കയറിക്കൂടും, പുത്തൻ പ്രസ്ഥാനക്കാർ അവിടെ അധികരിക്കും. ശ്രദ്ധിച്ചോ, ഹദ്ദാദ് ഓതുന്ന മഹല്ലത്തിൽ പുത്തൻ പ്രസ്ഥാനക്കാരുണ്ടാവൂല. കാരണം അവരെ ബിദ്അത്തുകാരെ അകറ്റും. ഹദ്ദാദ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങളിൽ പെട്ടതാണ് ഒന്ന്. രണ്ടാമത്തത് ആഖിബത്ത് നന്നാവും, അന്ത്യം നന്നാവും, നല്ല മരണം ഉണ്ടാവും. അപകടങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ച് കലിമ ഉച്ചരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നസീബാക്കട്ടെ. ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ മുടങ്ങാതെ ചെയ്തു നോക്കിയ നിസ്സാര കാര്യമല്ല. ഇശായിക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഹദ്ദാദ് കൂടി ഓതിയിട്ടേ പോരാവുള്ളൂ. 10 മിനിറ്റേ എടുക്കുള്ളൂ, 10 മിനിറ്റ്. പക്ഷെ അന്ത്യം നന്നാവും എന്നുള്ള ഒരു വിഷയത്തിന് വലിയ കാതലാണ്. ഒക്കെ ഉമ്മമാരൊക്കെ ശ്രദ്ധിച്ചിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ പേർലിമാണി എപ്പോഴാ പറക്കുന്നേ നോക്കിയിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതും നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോ. ആഖിബത്ത് നന്നാവാൻ, അന്ത്യം നന്നാവാൻ ഏറ്റവും ഉപകരിക്കും ഹദ്ദാദ്. ആ ഹദ്ദാദിൽ നമ്മൾ എപ്പോഴും ചെല്ലാറുള്ളത് ആയത്തുൽ കുർസി കഴിഞ്ഞാൽ എന്ത്? ആമന റസൂൽ. അതിൽ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കും എന്ത്? എല്ലാ പ്രവാചകന്മാരും അംഗീകരിക്കലുമുണ്ട്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. എല്ലാ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കൊണ്ടും അവന്റെ കിതാബുകളെ കൊണ്ടും മലായികത്തുകളെ കൊണ്ടും അവന്റേതാകുന്ന സർവ്വതിനെ കൊണ്ടും പ്രത്യേകിച്ച് നബിമാരെ കൊണ്ടും വിശ്വസിക്കുകയാണ്. കുല്ലുൻ ആമന ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. തൗറാത്ത് എന്ന വ്യത്യാസമില്ല, ഇഞ്ചീൽ എന്നതിൽ വ്യത്യാസമില്ല, സബൂർ എന്നതിൽ വ്യത്യാസമില്ല, ഖുർആൻ എന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളെ പറ്റിയും പരിശുദ്ധമായ ഖുർആനിനെ പറ്റിയും അവൻ വിശ്വസിക്കുന്നവനാണ്. തീർന്നില്ല. വറുസുലിഹി, അവന്റെ 1,24,000 അംബിയാ മുർസലീങ്ങളെ കൊണ്ട് അവൻ പരിപൂർണമായി വിശ്വസിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിക്കാൻ പാടില്ല, വേർതിരിവ് പാടില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ആദം നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ഇല്യാസ് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോഴും, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴും നിനക്ക് കടന്നു വരണേ അലൈഹിസ്സലാം. അവരുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, കരുണയുണ്ടാവട്ടെ. അത് പറയാത്തവൻ മുഅ്മിനല്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിക്കാൻ പാടില്ല. വേർതിരിക്കുന്ന മുഅ്മിനല്ല. അതൊക്കെ നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കണം. ഈ ആമന റസൂൽ ഓതിയാൽ ഭയങ്കര കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നമ്മൾ ഓതുന്നുണ്ട്, പക്ഷെ അർത്ഥം അറിഞ്ഞില്ല മുസ്ലിയാർ. ഇപ്പോഴാണ് അർത്ഥം അറിഞ്ഞത്.
അർത്ഥം ഇതാണ്. ഒരൊറ്റ പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് പാടില്ല. ഒരു പ്രവാചകനെ കേൾക്കും മാത്രം, മൂപ്പരെ മാത്രം പ്രത്യേകം മഹബത്ത്, ബാക്കിയുള്ളവർ നമ്മുടെ കാറ്റഗറിയിൽ പെട്ടതല്ല, അതിനാകാൻ പാടില്ല. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം അങ്ങനെ പറയണം. അത് വരുന്നില്ല എങ്കിൽ മനസ്സിലാക്കിയോ, നിന്റെ മനസ്സിൽ കാപട്യമുണ്ട്, എവിടെയോ പ്രശ്നമുണ്ട്, അത് നന്നാക്കി എടുക്കണം. അത് ഈ സദസ്സിലൂടെ മാറട്ടെ. സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ നൽകുകയാണ്. ഇഷ്ടമുള്ളത് പ്രവർത്തിക്കണേ സുലൈമാനേ, നിനക്കിതാ രാജാധികാരം നൽകുകയാണ്. അതല്ല ഇൽമു വേണോ നിനക്ക് നാം നൽകാം, നിനക്ക് സമ്പത്ത് വേണോ നൽകാം. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോ. ഈ മൂന്നാലൊന്നിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, മൂന്നും കൂടി പറ്റൂല. നമ്മളാണെങ്കിലോ ഫുലൂസ് മാഫിയ അല്ലാഹ് കൊണ്ടു ഉസ്താദേ, പൈസ വേണം അല്ലേടാ. ഷമീർ, അതിന്റെ പേര് ഷമീർ എന്നല്ലേ, റിയാസ് അല്ലേ? ആ പഴയ ടീംസ് ഓർത്തെടുത്ത് പറഞ്ഞില്ലേ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയിപ്പോൾ അവന് ഒരു 3 ദിവസത്തേക്കൊന്നും വേണ്ട, ചായ പോലും കുടിക്കത്തില്ല, ഉസ്താദ് പേര് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെ പഴയ ടീമുകളാണ്, മസ്താമ്പളി ടീംസാണ് ഇതൊക്കെ, വർഷങ്ങൾക്ക് മുമ്പുള്ള അഹ്ലുകാർ. അല്ലാഹു ഞങ്ങളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് വേണ്ടത് ഈ 3-ൽ 1 മാത്രം. ഫഖ്താറൽ ഇൽമ, അറിവിനെ തിരഞ്ഞെടുത്തു. വേറൊന്നും വേണ്ട, എനിക്ക് ഇൽമു മതി, അറിവ് മതി. നോക്കൂ നിങ്ങൾ, ഒന്ന് രാജാധികാരമാണ്, ലോകം മുഴുവനും കാൽച്ചുവട്ടിൽ നിൽക്കാൻ, ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള രാജാധികാരം, അധികാരം തരിക ഒന്ന്. രണ്ടാമത്തത് സമ്പത്താണ്, ഇഷ്ടംപോലെ സമ്പത്ത്, കാലാകാല തലമുറകൾ വസിക്കാൻ മാത്രമുള്ള സമ്പത്ത് നിനക്ക് നാം നൽകാം. അല്ലാഹ് പറയാൻ, വേറെ ആരും പറയാൻ ഓഫർ കൊടുക്കല്ല, പടച്ചവൻ കൊടുക്കാൻ. നമ്മൾ പണ്ട് പറയില്ല വരം കൊടുക്കുന്നു എന്ന് പറയത്തില്ലേ, അതുപോലൊരു സംഭവം കൊടുക്കുക, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ഇത് കെട്ടുകഥയല്ല, കാരണം പറഞ്ഞതാരാണ്? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉടനെ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഫഖ്താറൽ ഇൽമ, സുബ്ഹാനല്ലാഹ്, ഇൽമിനെ തിരഞ്ഞെടുത്തു അത്രേ. ഫൗതിയ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയാണ് അൽ മാല വൽ ഇൽമ വൽ മുൽക, രാജാധികാരം അല്ലാഹു നൽകുകയാണ്. ഈ ദുനിയാവ് മുഴുവനെ കാൽച്ചുവട്ടിലേക്ക് വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അടക്കി ഭരിക്കാനുള്ള അവസരം അല്ലാഹു നൽകുകയാണ്. ലോകം മുഴുവനും കാൽച്ചുവട്ടിലേക്ക് വെക്കുകയാണ്. തീർന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, സുലൈമാനേ, അധികാരം മാത്രമല്ല നിനക്ക് നാം നൽകുന്നത്, നിനക്കിതാ സമ്പത്ത് നൽകുകയാണ്. ഇഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കാൻ സ്വർണം വേണോ, വൈഡൂര്യം വേണോ, മാണിക്യം വേണോ, ഇഷ്ടമുള്ളത് നിനക്ക് നാം നൽകുകയാണ് സുലൈമാൻ. തീർന്നില്ല, നിനക്ക് ഈ ചോദിച്ചതാകുന്ന അറിവും നാം നിനക്ക് നൽകുകയാ. എന്തിനാണ് ഇതെല്ലാം നൽകുന്നതെന്നറിയുമോ? ലിഖ്തിയാരിഹിൽ ഇൽമ, അധികാരം വേണോ, സമ്പത്ത് വേണോ, ഇൽമ വേണോ എന്ന് ചോദിച്ചപ്പോൾ അറിവിനെ തെരഞ്ഞെടുത്തതാകുന്ന സുലൈമാൻ നബിയെ, നിങ്ങൾക്കിത് 3 നാം നൽകുകയാണ്. നിങ്ങൾക്കതാ അധികാരത്തിൻ്റെതാകുന്ന പരമോന്നതമാകുന്ന പദവി നിങ്ങൾക്ക് നാം അലങ്കരിക്കുകയാ. സമ്പത്ത് നിങ്ങളുടെ കൈവശം നാം നൽകുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമല്ലേ ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന 4 ചക്രവർത്തിമാരിൽ പ്രമുഖനല്ലേ? സോളമൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയതാകുന്ന പ്രവാചകരല്ലേ സയ്യിദുനാ സുലൈമാൻ. ولسليمان الريح عاصفا تجري بأمره رحاء حيث أصاب. ലോകത്തിന്റെ ഏത് കോണിലേക്ക് വേണമെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് എത്താൻ പറ്റുന്ന നിലക്കുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബിക്ക് കാറ്റ് മുഖേന സാധിച്ചു നൽകിയില്ലയോ? യാത്ര പോകണമെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു
കാറ്റിനെ പരവതാനിയായി സമ്മാനിച്ചിരിക്കുകയാ. ആ പരവതാനിയായി കാറ്റ് വന്നുകൊണ്ട് നിലകൊള്ളുകയാണ്, അതിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ സെക്കൻഡുകളിലേക്ക്, നൊടിയിലേക്ക് ബഹുമാനപ്പെട്ടവർ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവി അലങ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ പവർ ഇൽമാണ്. ഇൽമ നേടിയെടുത്തപ്പോ അദ്ദേഹത്തിന് അധികാരവും അല്ലാഹു നൽകിയത്രേ. ഇൽമിനെ തെരഞ്ഞെടുത്തപ്പോൾ അല്ലാഹു സമ്പത്തും നൽകിയത്രേ. മനസ്സിലാക്കണം, നമ്മൾ ഇൽമിന് മുൻഗണന കൊടുക്കണം, അറിവിന്. ബാക്കിയൊക്കെ ഇങ്ങ് പുറകെ പോരും, ദുനിയാവും പോരും, അധികാരം പോരും, ഒക്കെ പുറകെ വരും. നമ്മൾ എന്തിനു മുൻഗണന കൊടുക്കണം? ഇൽമിന് മുൻഗണന കൊടുക്കണം, അറിവിന്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവ് പിറകെ വരും, ഉറപ്പാണത്. ദുനിയാവ് പിറകെ വരും. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. ഈ കിടക്കുന്നതാകുന്ന അബ്ദുല്ലാഹിൽ മർസൂഖ് റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന മഹത്തുക്കളാകുന്ന സാദാത്യങ്ങൾ, മസ്താൻ പള്ളിയുടെ പരിസരത്ത് അന്തിവിശ്രം ചെയ്യുന്ന അബ്ദുല്ലാഹിൽ മസ്താൻ റളിയല്ലാഹു അൻഹു, ഡൽഹി സുൽത്താൻ അറിയപ്പെടുന്നതായ മഹാനുഭാവൻ, ആലപ്പുഴ ജില്ലയിലെ വിവിധ പ്രവിശ്യകളിൽ അന്തിവിശ്രമം ചെയ്യുന്നതായ ഏതെല്ലാം മഹത്തുക്കളുണ്ടോ, ഔലിയാക്കളുണ്ടോ, മഹാന്മാരുണ്ടോ, കരുനാഗപ്പള്ളി ശൈഖ് പള്ളിയിൽ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന 11 മശായിഖന്മാരുണ്ടോ, ഏതെല്ലാം മഹത്തുക്കളുണ്ടോ, ഔലിയാക്കളുണ്ടോ, ഈ പുറക്കാടിന്റെ ദേശത്ത് തന്നെ അന്തിവിശ്രമം ചെയ്യുന്ന എത്രയോ സാദാത്യങ്ങളുണ്ട്, എത്രയോ മശായിഖന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്. ഈ മഹത്തുക്കളെല്ലാം തന്നെ ദുനിയാവിനെ തലാക്ക് ചെല്ലിയവരാണ്, ദുനിയാവിനെ ഒഴിവാക്കിയവരാണ്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. ഈ ദുനിയാവാകുന്ന ഭൗതിക ലോകത്ത് ആഡംബര ആസ്വാദനങ്ങൾ പരിപൂർണമായി ഒഴിവാക്കുകയാണ്. കാരണം അവർക്കറിയാം ഈ ദുനിയാവ് നശ്വരമാണ്, നശ്വരമാണ്, അടുത്ത സെക്കൻഡിൽ നശിക്കുന്നതാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമ ഊത്ത് കടന്നതോട് വരുന്നതോടുകൂടി ഇതെല്ലാം കിടിലമാണ്, കിടിലമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാല الإنسان ما لها يومئذ تحدث أخبارها. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ പ്രഥമ ഊത്ത് കടന്നു വരുമ്പോ ഖബർ പിളരുകയാണ്, പിളരുകയാണ്. ഭൂമിക്കൽത്തലങ്ങളിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും ഭൂമി പുറത്തേക്ക് പുറന്തോടുപോലെ വലിച്ചെറിയുകയാണ്, വലിച്ചെറിയുകയാ. ഏതെല്ലാം വസ്തുക്കളാണ് ഭൂമിക്കടിയിൽ കിടക്കുന്നത്? കോടാനു കോടി ശവശരീരങ്ങൾ അന്തിവിശ്രമം ചെയ്യുകയാണ്. ഖബറിനകത്തതാ മയ്യത്തുകൾ കൊണ്ടുവന്ന് മറവാടപ്പെട്ടിരിക്കുകയാ. ഏതെല്ലാം വസ്തുക്കളെയാണ് നീ കുഴിച്ചിട്ടിരിക്കുന്നത്? ഭൂമിക്കടിയിൽ കിടക്കുന്ന സർവ്വ വസ്തുക്കളെയും ഭൂമി പുറത്തേക്ക് തള്ളിയിടുകയാണ്. ഭൂമിയുടെ പുറത്തേക്ക്, ഭൂമിക്കടിയിൽ കിടക്കുന്ന വസ്തുക്കളെ ഭൂമി പുറന്തള്ളുമ്പോ ജനങ്ങൾ ചോദിക്കുകയാണ്, മാലഹാ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിച്ചു പോയത്? യൗമഇദ് തുഹദ്ദിസു അഖ്ബാറഹാ. അതാ ഭൂമി വിളിച്ചു പറയുകയാണ്, ജനങ്ങളെ അറിയണേ, ബി അന്ന റബ്ബക ഔഹാ ലഹാ, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു അവൻ എന്നോട് കൽപ്പിച്ചതാണ്. ഈ രീതിയിൽ കുലുങ്ങുന്ന സമയത്ത് ഭൂമിക്കകത്തുള്ള സർവ്വവസ്തുക്കളും പുറത്തിടാൻ വേണ്ടി അല്ലാഹു പറഞ്ഞതാണ്. ആകാശത്തെ സൃഷ്ടിച്ചതാകുന്ന പടച്ചറപ്പ്, ഭൂമിയെ സംവിധാനിച്ചതാകുന്ന അല്ലാഹു ഭൂമിയോട് കൽപ്പിച്ചതിന് പ്രകാരം ഭൂമിക്കകത്തളത്തിലുള്ള സർവ്വവസ്തുക്കളെ പുറത്തേക്കിടുന്ന നേരമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അത്തരത്തിലുള്ള ഒരു രംഗം ഈ ലോകം കാണാനിരിക്കുകയാണ്. സമൂഹമേ, ലോകാവസാനം വരുകയാണ്, വരുകയാണ്. അതിനുവേണ്ടി എന്താണ് നിന്റെ ജീവിതത്തിൽ തയ്യാറെടുത്തിട്ടുള്ളത്? വല്ല അമലുമുണ്ടോ, അമലുമുണ്ടോ? ആഖിറത്തിന് വേണ്ടി നീ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്? അതുകൊണ്ട് തന്നെയാ
തന്നെയാണ് പരിശുദ്ധ പ്രവാചകൻ ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും സ്നേഹിക്കുവാനും അവരോട് മഹബ്ബത്ത് വെച്ചുകൊണ്ട് നിലകൊള്ളുവാനും തന്റെ പ്രിയപ്പെട്ട അനുയായികളോടായി പറയുകയാണ് സ്വഹാബ കുൻ ആലിമാ, നീ ഒരു പണ്ഡിതനാകണേ, നിനക്ക് പറ്റുമെങ്കിൽ ഇൽമു പഠിക്കാൻ വേണ്ടി നിന്റെ സമയത്തെ ചെലവഴിക്കണേ. ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടാണെങ്കിലും അറിവ് സമ്പാദിക്കാൻ നിലകൊള്ളണേ. ഈ ഇരിക്കുന്നതാകും മുത്തഅല്ലിമീങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സൗഭാഗ്യം വന്നവരാണ്. കാരണം മക്കളെ ദീനിന്റെ വഴിത്താരയിലേക്ക് പറഞ്ഞു വിട്ടവരാണ്. എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതാകുന്ന ഖുർആൻ, എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതാകുന്ന വിശുദ്ധമായ ദീനിന്റെ ശാഖോപശാഖകൾ, തഫ്സീറുകൾ, ഹദീസുകൾ, നിദാന ശാസ്ത്രങ്ങൾ എന്റെ മക്കളിലൂടെ ഈ ലോകത്തുണ്ടാവണേ. ആഖിറത്തെ സമ്പാദിക്കാനത് കാരണമാണ്. കുൻ ആലിമാ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അല്ലയോ ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, നീ ഒരു പണ്ഡിതനാകണേ. ഔ മുതഅല്ലിമാ, അല്ലെങ്കിൽ വിവരം പഠിക്കുന്നതായ വിദ്യാർത്ഥിയാകണേ. ഔ മുസ്തമിആ, വഅദ് കേൾക്കുന്നവനാകണേ, അറിവ് നുകരുന്നവനാകണേ. ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ നീ സമയം കണ്ടെത്തണേ. അത് കേൾക്കുന്നതിലൂടെ നീ ആഖിറത്തെ ചിന്തിക്കാൻ കാരണമാകും, അല്ലാഹുവിനെ പഠിക്കാൻ കാരണമാകും, അവന്റെ ഹബീബിനെ കുറിച്ച് തിരിച്ചറിയാൻ കാരണമാകും. ഇൽമു പഠിക്കുന്നതിലൂടെ നിന്റെ ഹൃദയം വിശാലമാകും, ആത്മീയമാകുന്ന പോച്ചല പ്രഭയുള്ളതായി മാറും. നിന്റെ നമസ്കാരങ്ങൾക്ക് ശാക്തീകരണം ഉണ്ടാകും, നീ കൊടുക്കുന്ന സകാത്തുകൾക്ക് ഫലമുണ്ടാകും, നീ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്ക് ഖുശൂ ഉണ്ടാകും, നിന്റെ വുളൂഇനെ മാറ്റുകൂടും, നിന്റെ നമസ്കാരങ്ങൾക്ക് ആഖിറത്തിന് വേണ്ടിയുള്ളതായി മാറുന്നത് നിന്റെ അമലുകൾക്കൊക്കെ സ്വീകാര്യത ലഭിക്കാൻ കാരണമാണ്. അതുകൊണ്ട് നീ പണ്ഡിതനാവുകയോ അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിമാകുകയോ അല്ലെങ്കിൽ ദീൻ കേൾക്കുന്നവനാകുകയോ ചെയ്യണേ. ഔ മുഹിബ്ബാ, നാലാമതായി റസൂലുള്ളാഹി പറയുകയാണ്, ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും ഇഷ്ടം വെക്കുന്നവനാകണേ, അവരോട് പ്രിയം വെക്കുന്നവനാകണേ. വലാ തകുൻ ഖാമിസാ, അഞ്ചാമത്തെ ഒരു വിഭാഗത്തിലേക്ക് നീ പോകരുതേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. പുറക്കാട് സയ്യിദ് അവരുടെ മസാറിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട്, സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമരം ഉസ്താദ് ചോദിക്കട്ടെ, ആഖിറത്തിന് വേണ്ടി നീ ഇൽമു പഠിച്ചവനാണോ? ആഖിറത്തെ സമ്പാദിക്കാൻ മുത്തഅല്ലിമായി നിലകൊണ്ടവനാണോ? ആഖിറത്തെ സമ്പാദിക്കാൻ ദീൻ കേൾക്കുന്നവനായി നിന്റെ സമയത്തെ നീ ചെലവഴിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യയുടെയും നിന്റെ മക്കളുടെയും സമയങ്ങളെ ചെലവഴിച്ചിട്ടുണ്ടോ? ഔ മുഹിബ്ബാ, ആഖിറത്തെ സമ്പാദിക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും ഇഷ്ടം വെച്ചോ? എന്തിനാണ് സയ്യിദ് അവരുടെ ആണ്ട് നേർച്ച വർഷം തോറും ഇത്ര കെങ്കേമമായി നടത്തുന്നത്? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചമായി അവർക്ക് ആത്മീയമാകുന്ന ഭവരെത്തുന്നതായ പുറക്കാട് സയ്യിദ് അവരുടെ മസാറിലേക്ക് എന്തുകൊണ്ടാണ് ഇതര സമുദായത്തിലെ സഹോദര സഹോദരിമാരടക്കം ഇവിടേക്ക് ഒഴുകി വരുന്നത്? എന്തുകൊണ്ടാണ്? അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇവിടെ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവനിലൂടെ, അവരെ കൊണ്ട് തേടലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ സദുദ്ദേശങ്ങളും പൂർത്തീകരിക്കുകയാണ്. അതവരുടെ വിശ്വാസമാണ്, അവരുടെ ആചാരമാണ്, അവരുടെ മനസ്സിൽ വലിയ കെടാവിളക്കായി സൂക്ഷിക്കുകയാണ്. കാരണം ഇൽമിന്റെ മഹാനാണ്, മഹാനാണ്. അവർ നിറഞ്ഞു തുളുമ്പുന്നത് ആ പ്രഭ ഈ പുറക്കാടും പരിസരത്തും വാരി വിതറിയത്, ഇവിടേക്ക് ജനങ്ങൾ ആകർഷിച്ചത് ഇന്നത്തെ ദിവസത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലും വരാനിരിക്കുന്ന ദിവസങ്ങളിലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിലേക്ക് യാത്ര ചെയ്യുമ്പോഴും വാഹനം നിർത്തിയിട്ട് വന്നുകൊണ്ട് പൈസ കൊണ്ടുവന്ന് വഞ്ചിയിലേക്ക് ഇടുന്നതും അവരുടെ ഹൃദയത്തിൽ ഒരു ബന്ധം കൊടുത്തതും അല്ലാഹുവാണ്, അല്ലാഹുവാ. എന്തേ കാരണം? അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചതായ ഇൽമ, അവരുടെ അറിവാണ്, അറിവാൻ അവർക്ക് അല്ലാഹു നൽകിയ ഇൽമ. ആ ഇൽമിന്റെ പ്രകാശം അതിങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചപ്പോ ആളുകളിലേക്ക് ആകർഷണം തുടങ്ങി, ജനങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. പ്രതീക്ഷ വെക്കാത്ത ആളുകളൊക്കെ ഇവിടെ വരികയാണ്. അവർക്ക് കിട്ടിയ ഇൽമിന്റെ നൂറാനിയത്ത്, ആ പ്രകാശം ഒപ്പിയെടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് വന്നത്.
ഇതൊരു പ്രകാശമാണ്. അള്ളാഹു ആ പ്രകാശം നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അത് അണയാതെ കെടാതെ മുന്നോട്ട് പോകണം, മുറിയാതെ പോകണം. അതിനാണ് ഇത്തരത്തിലുള്ള ഇൽമിന്റെ മജ്‌ലിസ്. ആണ്ട് നിറച്ച് വരുമ്പോൾ ഒരു 5 ദിവസം വാള് വെക്കും. ആ വാള് വെക്കുന്ന സദസ്സിൽ നമ്മൾ പങ്കെടുക്കണം, നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കണം. തലവേദനയാണ് കൈവേദനയാണെന്ന് പറഞ്ഞ് മാറിക്കടന്നാൽ ഹലാക്ക് ഉള്ളതും കൂടി പോയി. ആകെ കിട്ടിയിരുന്ന ഒരു ഇൽമാണ് സ്ത്രീകൾക്ക് ഇതില്. അപ്പൊ അതിൽ പരീക്ഷയുണ്ട്, എക്സാം ഉണ്ട്, കൈവേദനയാണ് കാലുവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ ഉള്ളതും കൂടി പോകും. അതുകൊണ്ട് കിട്ടുന്ന സദസ്സ് ഉപയോഗപ്പെടുത്തണം, വന്ന് അറിവ് സമ്പാദിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അവർക്കാണ് ഇത്തരത്തിലുള്ള ചാൻസുകൾ കുറയുക. കിട്ടുന്ന അറിവ് നല്ല ഇൽമുള്ള സദസ്സുകൾ പോയി അറിവ് സമ്പാദിച്ചെടുക്കണം. പ്രത്യേകിച്ച് അവരുടെ ശബ്ദത്തിൽ നിന്നാകുമ്പോൾ ഒരു നൂറാനിയത്ത്, ഒരു പ്രകാശം നമുക്ക് കിട്ടും. ഈ പ്രകാശം കൊണ്ടാണ് ആഖിറത്തിൽ രക്ഷപ്പെടുക. ഇതെല്ലാം പ്രവാചകന്മാര് നേടിയെടുത്തതാണ്. എല്ലാ പ്രവാചകരും, സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് കൊണ്ടാണ്. ഖുർആൻ തന്നെ എത്രയോ പ്രവാചകന്മാരെ പറയുന്നുണ്ട്. ഇൽമ നേടിയെടുത്തതാകുന്ന ആളുകളല്ലേ പ്രവാചകന്മാർ മുഴുവനും. അതിലൂടെയല്ലേ ജനങ്ങളെ ആകർഷിച്ചത്. എന്ത് ചോദിച്ചാലും മറുപടി, കൃത്യമായ മറുപടി. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആലോചിക്കേണ്ട. അള്ളാഹു അത്തരത്തിൽ അറിവുള്ളവരാക്കി അവരെ മാറ്റി. ഇൽമ വേണം, അറിവുണ്ടെങ്കിലേ അവന് ബഹുമാനവും ആദരവും ലഭിക്കുകയുള്ളൂ. ഒന്നുമില്ലാതെ എന്നെ ആദരിക്കണമെന്ന് പറഞ്ഞ രക്ഷയുണ്ടാവൂല. ഇൽമുണ്ടെങ്കിൽ ജനങ്ങൾ വിലവെക്കും, ആദരിക്കും, ബഹുമാനമുണ്ടാകും, ആദരവുണ്ടാകും. അതിന് ഉദാഹരണമാണ് ഈ മഹാന്മാർ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നതിന്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഒരു ചെറിയ പ്രകാശം എപ്പോ വേണമെങ്കിലും അണഞ്ഞു പോകാം. അണയാതെ മുറിയാതെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതിനാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം 5 വഖത്ത് നിസ്കാരത്തിലും 17 പ്രാവശ്യം അള്ളാഹുവിനോട് നാം അറിയാതെ തന്നെ ചോദിച്ചു വരുന്നുണ്ട്. എന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഒരു മോമിനായ മനുഷ്യൻ ഒരു ദിവസം 17 തവണ അള്ളാഹുവിനോട് ചോദിക്കൽ നിർബന്ധമായ ഒരു ദുആ ഉണ്ടെങ്കിൽ അതേതാണത്? ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. കാരണം ഫാത്തിഹ സൂറത്ത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിൽ ഇമാമു മോദനം, മഅ്മൂമു മോദനം. ഇമാമുമായി നേരത്തെ വന്ന് പിന്തുടർന്നവർക്കാണല്ലോ എന്ത് പറയാ? മഅ്മൂം. മറ്റേത് മസ്ബൂഖാൻ, പിന്തുടർന്നവൻ. അവന് ഫാത്തിഹ ഇല്ല. അവൻ ഇമാമിനോടൊപ്പം വന്ന് നേരെ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന അനക്കമടങ്ങി ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ എത്തിച്ചാൽ ആ റക്അത്ത് കിട്ടി. അവന് ഫാത്തിഹ ഓതാൻ പറ്റിയെന്നില്ല. നേരത്തെ വന്ന് തുടർന്നവൻ എന്താണ്? മഅ്മൂമാണ്. അങ്ങനെ മഅ്മൂമായി തുടർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തു മോദനം? ഫാത്തിഹയും ഓതണം. തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ കൂടി ശരിക്കും മനസ്സിലാക്കണേ. ഷാഫി മദ്ഹബ് എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഷാഫിയാണ് നമ്മുടെ മദ്ഹബ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കും. ഫാത്തിഹ ഓതുമ്പോൾ തറാവീഹ് നിസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാമും ഓതണം. ഇമാമിനോട് പിന്തുടർന്ന് നിൽക്കുന്ന മഅ്മൂമും ഫാത്തിഹ ഓതണം, നിർബന്ധം. ഇമാമിന്റെ നല്ല മുസ്ലിയാരെ കൊള്ളാം. എന്നിട്ട് റുക്കോയിലോട്ട് പോവാ, ഫാത്തിഹയും ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് തുപ്പാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് മാത്രം മറക്കത്തില്ല. രണ്ടറക്കാത്ത് കഴിയുമ്പോൾ അത് മാത്രം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഫാത്തിഹ ഓതണം. ഇമ്മ കയ്യട്ടി അനങ്ങാതിരുന്നാ പോരാ. മല്ലം യഖറഅ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത ല. നബി മുഹമ്മദ് മുസ്തഫ. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നിസ്കാരം പരിഗണിക്കൂല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊന്നും മിക്ക ആളുകൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ചെറിയ വിഷയമാണ്, പക്ഷെ ഗൗരവമുള്ള വിഷയമാണ്. നിസ്കാരം ഉണ്ടാവൂല. കാര്യമായിട്ട് അവിടെ വന്ന് തലയും കുത്തി മറിഞ്ഞായിട്ട് ഗണിക്കപ്പെടും. എന്തോതണം? ഫാത്തിഹ ഓതണം. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഉസ്താദിന്റെ ഓത്ത് കേട്ടല്ലോ, പറ്റൂല. ഓത്ത് കേട്ടാ പോരാ, ഫാത്തിഹ അവിടെ നിന്ന് ഓതി തീർന്നാൽ ഉടനെ നീ എന്തോതണം? ഫാത്തിഹ സൂറത്ത് ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾക്കൊക്കെ കബൂലിയത്ത് അള്ളാഹു നൽകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, നമുക്കെല്ലാം അറിയാന്നുള്ളൊരു ധാരണയാണ്. ഒന്നും അറിയില്ല, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. ഇതിപ്പോ ഒരു ഭാഗമാണ് പറഞ്ഞത്. എത്രയോ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മളൊരു ക്ലാസ്സും കേൾക്കുന്നില്ല. നാട്ടിൽ ദറസുണ്ടെങ്കിൽ 10 മുത്തല്ലിങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന നേരത്തെങ്കിലും അതിന്റെ ചാരത്ത് വന്നിരുന്നാൽ, വെറുതെ നാട്ടിലിരിക്കാൻ, വീട്ടിൽ വെറുതെയാണ്, ആ ദറസിൽ വന്ന് പങ്കെടുത്തൊരു മൂലയ്ക്കിരുന്നാൽ ഇൽമു പഠിച്ചതിന്റെ കൂലി ലഭിക്കും, ധാരാളം അറിവും സമ്പാദിക്കാൻ പറ്റും. ഉസ്താദിനോട് ചോദിക്കണം, ഉസ്താദെ കർമ്മശാസ്ത്രത്തിന് ക്ലാസ് എപ്പോഴാണ്? ഫിഖ് കർമ്മശാസ്ത്രം എപ്പോഴാണ് പറയുന്നത്? നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലാസ് എപ്പോഴാണ്? അപ്പോൾ ഉസ്താദ് പറയും ഇന്ന സമയത്താണ്. ആ സമയത്ത് പോയാൽ മതി.
മറ്റേത് നിനക്കൊന്നും തിരിയൂല. ഫാല ഫാല ഫാലു എന്ന് പറഞ്ഞ് നീ അവിടെ ഇരുന്നിട്ട് ഫാല ഫാല എന്ന് പറഞ്ഞു വേറെ ഒന്നും നിനക്ക് സർഫൊക്കെ ആയിരിക്കും അഹവ് ഒന്നും ചിലപ്പോൾ കിട്ടൂല. ഇൽമുൽ ബയാന് ബദിയോ ഒക്കെ മറ്റു വിഷയങ്ങൾ റിസാല ഫലക്ക് അതൊന്നും നിനക്ക് തലയ്ക്ക് കയറൂല, പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവൂല. അപ്പൊ നിനക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി അതൊന്നും അല്ലാതെ തന്നെ ഉസ്താദുമാരോട് പോയിട്ട് മസലകൾ ചോദിക്കാം. അറിവില്ലാത്ത നമ്മൾ ചോദിക്കണം, യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല.